നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം തരം തുല്യതാ പാഠാവലി മലയാളം, അതിലെ മധ്യേ ഇങ്ങനെ മാധ്യമകാലത്ത് എന്ന യൂണിറ്റ്, അതിലെ 3ാമത്തെ പാഠം മതിലുകൾ. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് MF തോമസ് ആണ്. മതിലുകൾ എന്നത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ലഘു നോവലാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നമ്മൾ മുൻപ് ഒരു പാഠം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, തേന്മാവ്. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. അത്രയ്ക്ക് മലയാള സാഹിത്യത്തിൽ വേരുറപ്പിച്ച ഒരു കഥാകൃത്ത് തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ മതിലുകൾ എന്ന ലഘു നോവൽ 1964 ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. കൗമുദി വാരികയുടെ ഓണം വിശേഷാൽ പതിപ്പിലാണ് ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകൃതമായത്. കൗമുദി പത്രാധിപർ ഓണത്തിനോടനുബന്ധിച്ച് ഒരു വിശേഷാൽ പതിപ്പ് ഇറക്കുവാൻ തീരുമാനിച്ചു. അക്കാലത്തെ പ്രമുഖരായ എഴുത്തുകാരുടെ എല്ലാം കൃതികൾ അതിൽ ഉൾക്കൊള്ളിക്കാനായിരുന്നു തീരുമാനം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കൃതിയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം കഥ തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ വാരിക പ്രസിദ്ധീകരിക്കാറായിട്ടും ബഷീർ തന്റെ കഥ കൊടുക്കുന്നില്ല. പത്രാധിപർ തലയോലപ്പറമ്പിലെ ബഷീറിന്റെ വീട്ടിലെത്തുകയും ബഷീറിനെയും കൂട്ടി എറണാകുളത്തെത്തി അദ്ദേഹത്തെ അവിടെ ഒരു ലോഡ്ജിൽ താമസിപ്പിച്ച് 4 ദിവസം കൊണ്ട് അവിടെ ഇരുന്ന് അദ്ദേഹം എഴുതി തീർക്കുകയും ചെയ്ത ആ കഥയാണ്, ആ ലഘു നോവലാണ് മതിലുകൾ. മതിലുകൾ അതിലെ കേന്ദ്ര കഥാപാത്രം ബഷീർ തന്നെയാണെന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരുവിധം എല്ലാ കൃതികളിലെയും കഥാപാത്രം അല്ലെങ്കിൽ അതിലെ കഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്ത ഒരു ഏടായിരിക്കും. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന്. അദ്ദേഹം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ഏതൊരാൾക്കും, ഒരു പണ്ഡിതനായാലും പാമരനായാലും വായിച്ച് മനസ്സിലാക്കാനും ആസ്വദിക്കാനും രസിക്കാനും പറ്റിയ വിധത്തിൽ തൻ്റെ കൃതികൾ എഴുതുന്നു. ഇവിടെ മതിലുകൾ എന്ന ഈ ലഘു നോവൽ 1989 മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകനായിരുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കുകയുണ്ടായി. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അതിലെ പ്രധാന വേഷത്തിലെത്തുന്നത് മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ ഒരാളായ മമ്മൂട്ടിയാണ്. വളരെ മനോഹരമായ ഒരു ചിത്രമാണ് മതിലുകൾ. ഇത് ഒരു പ്രേമ കഥയാണ്. ഒരു രാഷ്ട്രീയ തടവുകാരനായിട്ട് ബഷീർ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണല്ലോ അന്നിവിടെ ഭരിക്കുന്നത്, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ എഴുതിയതുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ തടവുകാരനായി ശിക്ഷിക്കുന്നു. ജയിലിലെത്തിയ അദ്ദേഹം അവിടെയുള്ള ഉദ്യോഗസ്ഥരോടും മറ്റ് സഹതടവുകാരോടും വളരെ അധികം ഇണങ്ങി ജീവിക്കുകയാണ്. വളരെ നർമ്മരസത്തോടുകൂടി സംസാരിച്ചും ജയിലിൻ്റെ ഉള്ളിൽ വിവിധതരം കൃഷികൾ ചെയ്തും ദിനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകവേ ഒരു ദിവസം അവിചാരിതമായിട്ട് ആ ജയിലിൻ്റെ ഒരു മതിലുണ്ട്. ഇപ്പുറം ആണുങ്ങളുടെ തടവും അപ്പുറം പെണ്ണുങ്ങളുടെ തടവറയും. ആ മതിലിൻ്റെ അപ്പുറത്തുള്ള സ്ത്രീകളുടെ തടവറയിൽ ആ ഭാഗത്തു നിന്നും അദ്ദേഹം ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയാണ്. ആ മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് അവർ സംസാരിക്കുന്നു. നാരായണി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ബഷീറും ആ സ്ത്രീയും ഒരിക്കലും കാണുന്നില്ല, പരസ്പരം കാണുന്നില്ല. മതിലിന് അപ്പുറവും ഇപ്പുറവും നിന്ന് സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
അങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം പ്രണയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ആശുപത്രിയിൽ എത്തേണ്ട സാഹചര്യം ഇരു തടവുകാർക്കും ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ വെച്ച് കാണാം എന്ന നാരായണിയുടെ സംസാരത്തിൽ ബഷീർ അതീവ സന്തോഷവാനാകുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്റെ പ്രണയിനിയെ കണ്ടുമുട്ടാമല്ലോ എന്നോർത്ത് ദിനങ്ങൾ തള്ളി നീക്കവേ ഇതാ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു. മറ്റൊന്നുമല്ല, ബഷീറിനെ തടവിൽ നിന്നും മോചിപ്പിക്കാൻ ഉത്തരവായിരിക്കുന്നു. അങ്ങനെ ഒരു നഷ്ടപ്രണയത്തിന്റെ സ്വപ്നങ്ങളുമായിട്ട് ആ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന ബഷീർ കയ്യിലൊരു റോസാ പുഷ്പവുമായിട്ട് ജയിലിന് പുറത്ത് ആ മതിലിൽ ചാരി നിൽക്കുന്നതോടെ ഈ കഥ അവസാനിക്കുകയാണ്. ബഷീറിന്റെ ഈ മതിലുകൾ എന്ന നോവൽ അടൂർ ഗോപാലകൃഷ്ണൻ വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ ആ സംവിധാന രീതിയിൽ ഈ ചിത്രം നിർമ്മിക്കുകയുണ്ടായി. നമുക്ക് ഇനി നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. എം.എഫ്. തോമസ് ആണല്ലോ ഈ മതിലുകളിനെ കുറിച്ച് നിരൂപണം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നോവലിനെ കുറിച്ച് അല്ല, കൂടുതലായിട്ടും സിനിമയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അടൂരിന്റെ മതിലുകൾ എന്ന ചിത്രത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രമേയത്തിന് സാർവജനീനതയുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന ആ സിനിമയെ കുറിച്ചാണ് എം.എഫ്. തോമസ് ഇവിടെ പറയുന്നത്. അതിലെ പ്രമേയത്തിന്, അതിലെ കഥയ്ക്ക് ഒരു സാർവജനീനത എന്നാൽ എല്ലായിടത്തും ഉള്ളത് എന്നർത്ഥം അതുണ്ട്. കാലദേശാതീതമായ ഈ പ്രമേയം അപൂർവമായ ഒരു അനുഭവമായി മാറുന്നതിന് കാരണം ഇത് കഥാകൃത്തായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിന്റെ ഒരു ഏട് തന്നെയാണ് എന്നതാണ്. അപ്പോൾ ഈ കഥ ഇത് കാലത്തിനും ദേശത്തിനും അതീതമാണ്, അപ്പുറമാണ്. അങ്ങനെയുള്ള ഈ കഥയ്ക്ക് ഇതൊരു പ്രത്യേക അനുഭവമായി മാറുന്നതിന് കാരണം മറ്റൊന്നുമല്ല, മതിലുകൾ എന്ന ആ കഥ എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതമാണ്. ജീവിതത്തിലെ ഒരു ഏടാണ് ഈ കഥ എന്നുള്ളതാണ്. യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി ഉയർന്നും താഴ്ന്നും ജീവിത മഹാസാഗരത്തിലൂടെ സഞ്ചരിച്ച ഒരു എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. അദ്ദേഹം യാഥാർത്ഥ്യം, സത്യമായ കാര്യങ്ങളോട് ഏറ്റുമുട്ടി ഉയർന്നും താഴ്ന്നും ജീവിത മഹാസാഗരത്തിലൂടെ, നമ്മുടെ ജീവിതം ഒരു മഹാസാഗരമാണ്, മഹാസമുദ്രമാണ്. ജീവിതമാകുന്ന ആ മഹാസാഗരത്തിലൂടെ സഞ്ചരിച്ച ഒരു എഴുത്തുകാരനാണ് ബഷീർ. ബഷീർ പറയുന്നുണ്ട്, അദ്ദേഹം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് സ്വാതന്ത്ര്യ സമരം അതിന്റെ രൂക്ഷതയിൽ, തീവ്രതയിൽ നടക്കുന്ന കാലഘട്ടമാണ്. രാഷ്ട്രപിതാവായ മഹാത്മജി വൈക്കത്ത് എത്തുന്നു. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിക്ക്, ബഷീറിന് ഗാന്ധിജിയെ കാണണം, അമിതമായ ആഗ്രഹം. ബഷീർ അവിടെ എത്തുകയാണ്. വലിയ ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടത്തിനുള്ളിൽ എങ്ങനെയോ ബഷീർ ഗാന്ധിജിയെ കാണുന്നു. കണ്ടപ്പോൾ ഒരാഗ്രഹം, ഒന്ന് തൊടണമെന്ന്. അദ്ദേഹം ആ തിരക്കിലൂടെ, ആ മുതിർന്ന ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ തിരക്കിലൂടെ ഞുഴഞ്ഞ് എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറാൻ തുടങ്ങുന്ന ഗാന്ധിജിയുടെ സമീപത്തെത്തുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്ന് തൊടുകയും ചെയ്യുന്നു. ആ ഗാന്ധിജിയുടെ ശരീരത്തിൽ, ആ കയ്യിൽ സ്പർശിച്ചത് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവമായ സന്തോഷമാണ് നൽകിയത്. അദ്ദേഹം അത് പിൽക്കാലത്ത് ആ സന്തോഷം ഒരിക്കലും മറക്കുന്നില്ല. എപ്പോഴും അതിനെക്കുറിച്ച് അവസരം കിട്ടുമ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ തുടർന്ന് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായിട്ട് അവിടെ നിന്നും സ്കൂൾ പഠനം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. തൽഫലമായിട്ട് അദ്ദേഹത്തിന് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുകയും അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് നാടുവിട്ട് ഭാരതത്തിലുടനീളം അലഞ്ഞ് തിരിഞ്ഞ് സഞ്ചരിക്കുന്നുണ്ട്. പട്ടിണിയും
ദാരിദ്ര്യവും ഏറെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി ഉയർന്നും താഴ്ന്നും ജീവിത മഹാസാഗരത്തിലൂടെ സഞ്ചരിച്ച ഒരു എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയുന്നത്. ആ മഹാനായ എഴുത്തുകാരന്റെ ഹൃദയരക്തമാണ് മതിലുകളിൽ വാർന്നു വീഴുന്നത്. ബഷീർ എന്ന എഴുത്തുകാരന്റെ ഹൃദയരക്തം ആണ് ഈ കഥയിൽ മതിലുകളിൽ നമ്മൾ കാണുന്നത്. ഈ കഥ നടക്കുന്നത് 1940-42 വർഷങ്ങളിലാണ്. ഇതിന് 4 ദശകം കഴിഞ്ഞിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ ചലച്ചിത്ര വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്. ഉയർന്ന കന്മതിലുകൾ ആകാശം മുട്ടുന്ന പോലെ, ജയിലിന്റെ അകത്തെ വിശേഷണമാണ് നമ്മൾ കാണുന്നത്. വലിയ കന്മതിലുകളാണ്, നല്ല ഉയരമുണ്ട്. അതിന് കണ്ടാൽ ആകാശത്തിൽ മുട്ടി നിൽക്കുന്നത് പോലെ തോന്നും. പുറത്തെ ലോകത്തെ പോലെ ത്രസിക്കുന്ന ഒരു ലോകമാണ് മതിലുകൾക്കകത്തും ഉള്ളത്. പുറമേ ഉള്ള ലോകം പോലെ തന്നെയാണ് ഈ ജയിലിന്റെ അകത്തും ഉള്ളതെന്ന് പറയുന്നു. അവിടം സ്വന്തം വീക്ഷണം കൊണ്ട് ജീവിതയോഗ്യമാക്കി തീർക്കുകയാണ് എഴുത്തുകാരൻ കൂടിയായ മുഖ്യ കഥാപാത്രം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ എഴുതിയതുകൊണ്ട് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ തടവുകാരനാക്കി ജയിലിൽ അടയ്ക്കുന്നു. ആ ജയിലിന് ആകാശം മുട്ടുന്ന ഉയരമുള്ള മതിലാണ് ഉള്ളത്. എന്നാൽ ജയിലിൽ ആയ അദ്ദേഹം തന്റെ ജീവിതത്തെ വളരെയധികം മനോഹരമാക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് ജയിലിന്റെ ഉള്ളിലും. മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യന്റെ അടങ്ങാത്ത അനുകൂലനത്തെ പറ്റി കൂടിയാണ് ഈ സിനിമ. ജയിലിൽ അടയ്ക്കപ്പെട്ടു, താനൊരു ജയിൽ പുള്ളിയാണ് എന്ന് വിചാരിച്ച് ദുഃഖത്തോടെ ദേഷ്യത്തോടെ ഒതുങ്ങിക്കൂടാനല്ല നമ്മുടെ കഥാപാത്രം ബഷീർ ശ്രമിക്കുന്നത്. ജയിലിന്റെ അകത്ത് പരമാവധി സന്തോഷത്തോടെ ജീവിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ജയിൽ ഉദ്യോഗസ്ഥരോടും സഹതടവുകാരോടും തന്റെ സ്വതസിദ്ധമായ നർമ്മ ശൈലിയിൽ അദ്ദേഹം സംസാരിക്കുന്നു. എല്ലാവരുടെയും പ്രീതി അദ്ദേഹം പിടിച്ചുപറ്റുന്നു. ഇവിടെ മരുഭൂമി നമുക്കറിയാം, നീണ്ടു പരന്നു കിടക്കുന്ന മണലാരണ്യം. അവിടെ ഒന്നുമില്ല, മണൽ മാത്രം. എന്നാൽ ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരാൾ അതിനെ ഒരു പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്നത് പോലെ ആണ് ബഷീർ ഈ ജയിലിനകത്ത്, ജയിൽ പുള്ളി എന്നതിലുപരി ആ ജയിലിന്റെ അകത്തെ ജീവിതം വളരെ സന്തോഷകരമായും സുഖപ്രദമായും മാറ്റുന്നത്. അങ്ങനെയുള്ള ഒരു പ്രമേയമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ബഷീറിന്റെ വ്യക്തിപരമായ കലാഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഭാവദീപ്തിയാണെന്ന് നിശങ്കം പറയാം. അതൊന്ന് അടിവരയിടുക. ബഷീറിന്റെ വ്യക്തിപരമായ കലാഗുണം എന്താണ്? മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കൃതികളിലെ ഭാവദീപ്തിയാണ്. ഭാവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നു എന്ന് നമുക്ക് നിശങ്കം, സംശയമില്ലാതെ, ശങ്കയില്ലാതെ പറയാം. ചൊറുചൊറുക്കുള്ള ആ വാക്യങ്ങളിൽ ഒരു മനുഷ്യഹൃദയത്തിന്റെ ശീഘ്രസ്പന്ദനം നമുക്ക് അനുനിമിഷം കേൾക്കാം എന്ന MP പോളിന്റെ അഭിപ്രായം എത്ര അർത്ഥവത്താണ്. മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു നിരൂപകനാണ് MP പോൾ. അദ്ദേഹം പറയുന്നു, ബഷീറിന്റെ കൃതികളിലെ വാക്യം എങ്ങനെയാണ്? നല്ല ചൊറുചൊറുക്കാണ്. ചൊറുചൊറുക്കുള്ള ആ വാക്യങ്ങളിൽ ഒരു മനുഷ്യഹൃദയത്തിന്റെ ശീഘ്രസ്പന്ദനം, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്. ശീഘ്രസ്പന്ദനം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലുള്ള സ്പന്ദനം, ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാൻ സാധിക്കും എന്ന് MP പോൾ അഭിപ്രായപ്പെടുന്നു. ഇതിന്റെ അർത്ഥം ബഷീറിന്റെ കൃതികൾ നമ്മുടെ മനസ്സിൽ വളരെയധികം സ്പർശിക്കുന്നു, നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നാണ്. ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ടാണ്, ഹൃദയത്തിൽ ചില പോറലുകൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ ചില സ്പന്ദനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ബഷീർ കൃതി കടന്നു പോകുന്നത്.
ബഷീറിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അദ്ദേഹത്തിന്റെ മതിലുകൾക്ക് പുറമെ ബാല്യകാല സഖി, പ്രേമലേഖനം, ഇന്റുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്, അങ്ങനെ ഒരുപാട് കൃതികളുണ്ട്. കൂടാതെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥാസമാഹാരം, വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഒരു കഥയുണ്ട്. വളരെയധികം നർമ്മരസം തുളുമ്പുന്ന, നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു കഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അവസരം കിട്ടുമ്പോൾ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? ബഷീറിന്റെ ആ വാക്കുകൾ, അദ്ദേഹത്തിന്റെ കൃതികളിലെ ആ ചൊറുചൊറുക്കുള്ള വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ശീഘ്രസ്പന്ദനം നമ്മെ അനുനിമിഷം കേൾപ്പിക്കുന്നു എന്നാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് MP പോൾ, മലയാളത്തിന്റെ നിരൂപകനായിരുന്ന MP പോളാണ്. അത് എത്ര അർത്ഥവത്താണ്, എത്ര ശരിയാണ്. ബഷീറിന്റെ ലാളിത്യവും നർമ്മബോധവും സർവോപരി മനുഷ്യസ്നേഹവും അടൂരിന്റെ മതിലുകളിൽ വെളിവാക്കപ്പെടുന്നു. വീണ്ടും നമ്മൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ആ മതിലുകൾ എന്ന സിനിമയിലേക്ക് എത്തുകയാണ്. ആ സിനിമയിൽ ബഷീറിന്റെ ആ കഥയിലെ, മതിലുകൾ എന്ന കഥയിലെ ലാളിത്യം, നർമ്മബോധം, അതിനേക്കാൾ എല്ലാം ഉപരി മനുഷ്യസ്നേഹം, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ചിത്രം എന്ന പദവി കൂടി മതിലുകൾക്ക് അവകാശപ്പെടാം. അതൊന്ന് അടിവരയിടുക. ബഷീർ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്താണ് മതിലുകൾ എന്ന സിനിമ ഉണ്ടാകുന്നത്. ആ കഥയിലെ മുഖ്യ കഥാപാത്രം ആയിട്ട് അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണെങ്കിലും ആ കഥാപാത്രം ബഷീർ തന്നെയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ചലച്ചിത്രമേത് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന സിനിമയാണെന്ന്. പുറമേക്ക് ലളിതമെന്നോ അതിലളിതമെന്നോ തോന്നാവുന്ന രൂപഘടനയുള്ള ഈ ചിത്രം ബഷീറിന്റെ ജീവിത ലാളിത്യവും ബഷീർ കൃതികളുടെ ലാളിത്യവും സ്വാംശീകരിച്ചെടുത്ത ഒരു ശൈലി പിന്തുടരുന്നതായി കാണാം. നമുക്ക് മതിലുകൾ എന്ന സിനിമയുടെ പ്രത്യേകത ഒന്ന് നോക്കാം. ഈ ചിത്രം ബഷീറിന്റെ ജീവിതത്തിലെ ലാളിത്യം, വളരെ ലാളിത്യം നിറഞ്ഞ ലളിതമായ ഒരു ജീവിതം അതായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ ജീവിത ലാളിത്യവും ബഷീർ കൃതികളുടെ ലാളിത്യവും, ജീവിതത്തിൽ മാത്രമല്ല ലാളിത്യം, അദ്ദേഹത്തിന്റെ കൃതികളിലും ആ ലാളിത്യമുണ്ട്, ലളിതഭാവമുണ്ട്. അതെല്ലാം സ്വാംശീകരിച്ച് എടുത്ത ഒരു ശൈലി പിന്തുടരുന്നതായി കാണാം. മതിലുകൾ എന്ന സിനിമ വളരെ ലാളിത്യം നിറഞ്ഞതാണെന്ന് ചുരുക്കം. ബഷീറിന്റെ നർമ്മബോധം ഒരു സ്വർണ്ണ നൂലിഴ പോലെ ആദ്യം മുതൽ അവസാനം വരെ ചിത്രത്തിൽ തെളിഞ്ഞു കാണാം. ഈ സിനിമയില് ബഷീറിലുള്ള ആ നർമ്മബോധം ആദ്യം മുതൽ അവസാനം വരെ ഏതുപോലെ ഒരു സ്വർണ്ണ നൂലിഴ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ബഷീർ കൃതികളുടെ ഒരു പൊതുവായ കാര്യമാണ് അതിലെ നർമ്മബോധം. ഏത് സമയത്തും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമ്മൾ നർമ്മബോധം കാണാറുണ്ട്. അവസരം കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ഫലിതം പ്രയോഗിക്കാനുള്ള കഴിവ് ബഷീറിനുണ്ട്. അതുകൊണ്ടാണല്ലോ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നിരുന്ന് രക്തം കുടിക്കുന്ന കൊതുകിനെ അദ്ദേഹം കൊല്ലുകയോ അതിനെ ഓടിച്ചു വിടുകയോ ചെയ്യുന്നില്ല. അതിനെ കൊന്നുകൂടെ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നോ, അത് രക്തം കുടിച്ചോട്ടെ, അതിന് വിശന്നിട്ടല്ലേ, അത് രക്തം കുടിച്ച് വയറ് നിറച്ചു കഴിയുമ്പോൾ അത് തനിയെ പൊയ്ക്കൊള്ളും എന്നാണ്. അതുപോലെ പല സന്ദർഭങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ, നർമ്മം തുളുമ്പുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു സ്വർണ്ണ നൂലിഴ പോലെ ഈ മതിലുകൾ എന്ന കൃതിയിൽ നർമ്മബോധം നിഴലിച്ചു കിടക്കുന്നു. ഇനി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാം സാറേ എന്ന് പറഞ്ഞ് തൊരപ്പൻ പിരിഞ്ഞു പോകുമ്പോൾ ആർക്കും ചിരിക്കാതിരിക്കാനാവില്ല. ജയിലിലെ ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ജയിൽ പുള്ളിയാണ് തൊരപ്പൻ. തൊരപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയെങ്കിലും ചെന്ന് തുരന്ന് മോഷണം ചെയ്യുന്ന ആളായിരിക്കണം. അയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പോകുമ്പോൾ ബഷീറിനോട് പറയുന്ന ഒരു വാക്യമുണ്ട്.
ഇനി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാം സാറേ എന്ന് വെച്ചാൽ ഇനിയും ജയിലിൽ വരേണ്ട സാഹചര്യം ഉണ്ടാകും, അപ്പോൾ കാണാം എന്നാണ് തൊരപ്പൻ ഉദ്ദേശിക്കുന്നത്. അത് ആർക്കും ചിരി ഉണ്ടാക്കുന്നതാണ്. ബഷീറിൻ്റെതാണോ അടൂരിൻ്റെതാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും രംഗങ്ങളും അങ്ങനെ ഒത്തുചേർന്ന് ഒന്നായി ഒഴുകുന്നു. അപ്പോൾ സിനിമ അടൂരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്, അതിലെ കഥ ബഷീറാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ വളരെയധികം മനോഹരമായിട്ട് ആ കഥയെ സിനിമയാക്കി കൊണ്ടുപോകാൻ അടൂർ ഗോപാലകൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളെയും സ്രഷ്ടാവായ കരുണാമയനായ ദൈവത്തെപ്പറ്റി ബഷീർ എന്ന മനുഷ്യനും ബഷീർ എന്ന എഴുത്തുകാരനും എല്ലായ്പ്പോഴും ഓർമ്മിക്കുന്നതായി കാണാം. ബഷീറിന്റെ കൃതികളിലെ ഒരു പൊതു സ്വഭാവമാണ് അവസരം കിട്ടുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം. ഈ പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് കരുണാമയനായ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയിൽ അദ്ദേഹം പണം കൊടുത്ത് ഭൂമി വാങ്ങുന്നു. ആ ഭൂമിയിൽ അദ്ദേഹം ജീവിക്കാനായിട്ട് അവിടെ കുറെ തെങ്ങുകളുണ്ട്. അതിലെ തേങ്ങകൾ വിറ്റ് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ആ തേങ്ങകൾ കരിക്കുകളായിരിക്കുമ്പോൾ തന്നെ ഏതോ ജീവി വന്ന് അത് താഴത്തിടുകയാണ്. അതിലെ കരിക്കിന്റെ വെള്ളമെല്ലാം കുടിച്ച് അത് താഴെ വീഴുകയാണ്. ദുഃഖിതനാകുന്ന അദ്ദേഹം അപ്പോഴും ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം തമ്പുരാനാണ്. അതുപോലെയാണ് മറ്റു ജീവികളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന് മാത്രമല്ല ജീവിക്കാനുള്ള അവകാശം. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് കരിക്കുകൾ വന്ന് അത് കുടിക്കട്ടെ എന്നാണ്. എലിയോ അല്ലെങ്കിൽ അണ്ണാനോ അല്ലെങ്കിൽ മറ്റു ജീവികളോ ഏതു വേണമെങ്കിലും വന്ന് കുടിച്ചുകൊള്ളട്ടെ എന്ന ഒരു തീരുമാനത്തിലാണ് ബഷീർ എത്തുന്നത്. അടൂരിന്റെ ഈ ചിത്രത്തിലും ബഷീറിന്റെ ഈ ദൈവാഭിമുഖ്യം പ്രകടമാകുന്നുണ്ട്. ദൈവത്തിനോടുള്ള ആ ഒരു ചിന്ത ഈ സിനിമയിലും നമുക്ക് പ്രകടമായി കാണാം. മരങ്ങളോടും ചെടികളോടും പൂക്കളോടും അണ്ണാർക്കണ്ണനോടും ചിത്രശലഭങ്ങളോടും സംവദിക്കുവാൻ കഴിയുന്ന എഴുത്തുകാരനായ ഈ മനുഷ്യൻ 20-ാം നൂറ്റാണ്ടിലെ വിളറിയെടുത്തോടുന്ന ബദ്ധപ്പാടുകാരനെ അവന് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ഓർമ്മപ്പെടുത്തുന്നില്ലേ? ആ 20-ാം നൂറ്റാണ്ടിലെ വിളറിയെടുത്തോടുന്ന എന്ന് മുതലൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ബഷീറിന്റെ കൃതികൾ, പുസ്തകങ്ങൾ, കഥകൾ നമ്മൾ വായിച്ചാൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നതാണ്. അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടി തൻ്റെ ചുറ്റും കാണുന്ന വൃക്ഷങ്ങളോടും ചെടികളോടും പൂക്കളോടും അണ്ണാർക്കണ്ണനോടും ചിത്രശലഭങ്ങളോടും ഒക്കെ സംസാരിക്കുന്നതായിട്ട്, അവയെല്ലാം അദ്ദേഹം തന്നെ പോലെ ജീവനുള്ള വസ്തുക്കളായിട്ട് കാണുന്നു. ഒരു അണ്ണാർക്കണ്ണനെ കാണുമ്പോൾ അതിനോട് സംസാരിക്കുന്നു, പൂക്കളോട് സംസാരിക്കുന്നു. അതിനെല്ലാം അദ്ദേഹം സമയം കണ്ടെത്തുന്നു. തന്നെ പോലെ ദൈവം സൃഷ്ടിച്ച ഇതര ജീവിവർഗമാണ് സസ്യലതാദികളും മറ്റ് ജീവികളുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം, നമ്മുടെ നൂറ്റാണ്ട് അതിൽ വിളറിയെടുത്തോടുന്ന ബദ്ധപ്പാടുകാരനെ അവന് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ഓർമ്മപ്പെടുത്തുന്നില്ലേ? ഇന്ന് എല്ലാവർക്കും തിരക്കാണ്, നമുക്കറിയാം. ഒന്നിനും സമയമില്ല, ഓട്ടത്തോട് ഓട്ടം. ആരോടും ഒന്ന് നിന്ന് സംസാരിക്കാൻ പോലും അവന് സാധിക്കുന്നില്ല. എന്തിനും ഏതിനും തിരക്കാണ്. ഇവിടെ ബഷീർ ആണെങ്കിൽ തനിക്ക് തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ ജീവികളോടും സസ്യങ്ങളോടും സംസാരിക്കുന്നതായിട്ട് പറയുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യന് സ്വന്തം വീട്ടിൽ പോലും സ്വന്തം മക്കളോടോ അച്ഛനമ്മമാരോടോ ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിത ബന്ധം വളരെയധികം വർദ്ധിക്കും എന്നാണ് പലരും പറഞ്ഞു വരുന്നത്. ഇവിടെ 20-ാം നൂറ്റാണ്ടിലെ വിളറിയെടുത്തോടുകയാണ്, തിരക്കാണ്. അങ്ങനെ ഓടുന്ന ബദ്ധപ്പാടുകാർക്ക്, തിരക്ക് പിടിച്ച ആൾക്ക് അവന് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നില്ലേ? ഏതാണ് ഓർമ്മപ്പെടുത്തുന്നത്? ബഷീറിന്റെ ആ ഒരു സംവാദനം, ഇതര ജീവികളോട് നിന്ന് അവരും തന്നെ പോലെ തങ്ങളിൽ ഒരുത്തനാണ് എന്ന തോന്നലോടുകൂടി
അവയോട് സംസാരിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. പ്രസിദ്ധമായ കാരാഗൃഹ ചിത്രങ്ങളിലെല്ലാം ജയിലിലെ ക്രൂരതകളും മനുഷ്യത്വഹീനവും മൃഗീയവുമായ മർദ്ദന തന്ത്രങ്ങളും നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം. മതിലുകൾ എന്ന സിനിമ ഒരു ജയിലിലെ കഥയാണല്ലോ കാണിക്കുന്നത്. ജയിലിന്റെ അകത്തുള്ള ഒരു കഥയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ധാരാളം ജയിലിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സിനിമകളിലെല്ലാം കാണുന്നത് എന്താണ്? ജയിലിന്റെ അകത്തുള്ള ക്രൂരതകൾ, മനുഷ്യത്വഹീനവും മൃഗീയവുമായ മർദ്ദന തന്ത്രങ്ങൾ, ഇതൊക്കെയാണ്. ജയിലിന്റെ അകത്ത് ശിക്ഷിക്കപ്പെട്ടു വരുന്ന ആ ഒരു കൊലപാതകി, അല്ലെങ്കിൽ ഒരു മോഷണം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറ്റം ചെയ്ത ആൾ, അയാൾക്ക് നേരെ നടത്തുന്ന ക്രൂരതകൾ, ജയിലിലെ ജയിലുദ്യോഗസ്ഥരുടെ ക്രൂര മർദ്ദനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ആ സിനിമകളിൽ മുൻപ് കണ്ടിട്ടുള്ളത്. പക്ഷെ മതിലുകളിൽ എത്തുമ്പോൾ നമ്മൾ അതല്ല കാണുന്നത്. അതും ജയിലിനകത്തെ ഒരു കഥയാണെന്ന് ഓർക്കണം. പക്ഷെ അവിടെ കാണുന്നത് നർമ്മബോധം നിറഞ്ഞ സ്നേഹസമൃദ്ധമായ ഒരു അന്തരീക്ഷമാണ്. പരസ്പരം ജയിൽ പുള്ളികളും ഉദ്യോഗസ്ഥരും ജീവിക്കുന്ന, സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം. റെയ്നാർഡ് ഹോമിന്റെ ബൂട്ടലൈസേഷൻ ഓഫ് ദി ഫാൻസ് ബ്ലം, അതുപോലെ നൈസ് ഇൻ ദി ഹെഡ്, എൽമാസ് ഗുനയുടെ ദി വാൾ എന്നു തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ഒരു പേക്കിനാവ് പോലെ നമ്മെ പിന്തുടരുമ്പോൾ അടൂരിന്റെ കാരാഗൃഹ ചിത്രം മനുഷ്യ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്നു. നമ്മളിവിടെ പറഞ്ഞല്ലോ, മുൻപുണ്ടായിട്ടുള്ള കാരാഗൃഹ ചിത്രങ്ങൾ, ജയിൽ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ ഇവിടെ അടൂരിന്റെ ഈ മതിലുകൾ എന്ന സിനിമ മനുഷ്യ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്നു. മനുഷ്യ മഹത്വത്തെ, അതൊന്ന് അടിവരയിടുക. അടൂരിന്റെ കാരാഗൃഹ ചിത്രം മനുഷ്യ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്നു. ക്രൂരനായി തീർന്ന ബാല്യകാല സുഹൃത്തിനോട്, ചങ്ങലക്കിട്ട ആ മതയാനയോട്, എന്റെ സുഹൃത്താണെന്ന് പറയട പുല്ലേ എന്ന് ബഷീർ പറയുമ്പോൾ അതിന്റെ തീവ്രത നാം അനുഭവിച്ചറിയുന്നു. ക്രൂരനായി തീർന്ന തന്റെ ബാല്യകാല സുഹൃത്തിനോട്, അല്ലെങ്കിൽ ചങ്ങലക്കിട്ട ആ മതയാനയോട്, എന്റെ സുഹൃത്താണെന്ന് പറയട പുല്ലേ എന്ന് ബഷീർ പറയുമ്പോൾ നമുക്ക് ആ ബഷീർ സിനിമയിലെ ആ ഒരു മനുഷ്യത്വ മഹത്വം, അതിന്റെ തീവ്രത എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മതിലുകൾ എന്ന കഥയുടെ സത്ത ശക്തമായി സ്വതന്ത്രമായി തന്നെ ആവിഷ്കരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ ആ മതിലുകൾ എന്ന കഥ, അതിന്റെ സത്ത, അതിന്റെ ഉള്ളടക്കം വളരെ ശക്തമായി എന്നാൽ സ്വതന്ത്രമായി ആവിഷ്കരിക്കുകയാണ് അടൂർ ചെയ്തിട്ടുള്ളത്. അതിലേക്കായി സമീപനത്തിലും ഘടനയിലും സ്വീകരിച്ചിട്ടുള്ള മൗലികമായ ആവിഷ്കാര രീതി ശ്രദ്ധേയമാണ്. ആവിഷ്കാര രീതി വളരെ ശ്രദ്ധിക്കപ്പെട്ടതു തന്നെയാണ്. ആദ്യമായി മറ്റൊരാളുടെ കഥ ചലച്ചിത്രമാക്കുന്ന അടൂർ ബഷീർ എന്ന എഴുത്തുകാരന്റെ സർഗാത്മകതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ധാരാളം സിനിമകൾ നമ്മുടെ മലയാളത്തിന് നൽകിയിട്ടുണ്ട്. കലാമൂല്യമുള്ള അനേകം സിനിമകൾ. സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, അനന്തരം, വിധേയൻ, കഥാപുരുഷൻ, നിഴൽക്കൂത്ത്, 4 പെണ്ണുങ്ങൾ, ഇങ്ങനെ തുടങ്ങി അനേകം കലാമൂല്യമുള്ള സിനിമകൾ. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാകുമെന്ന് വിചാരിക്കാം, അല്ലേ? അടൂരിന്റെ സിനിമകളൊന്നും എല്ലാ ആളുകളും പൊതുവെ കാണാറില്ല. കാരണം അതില് നമ്മളെ ആസ്വദിപ്പിക്കുന്ന നൃത്തരംഗങ്ങളോ അതുപോലെ സ്റ്റണ്ട് രംഗങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അത് ഒഴുകി, ഒരു പുഴ ഒഴുകുന്നത് പോലെ ശാന്തമായി ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സിനിമയായിരിക്കും. ഇവിടെ അടൂർ ആദ്യമായിട്ടാണ് മറ്റൊരാളുടെ കഥ, ബഷീറിന്റെ കഥയെ ചലച്ചിത്രമാക്കുന്നത്. അങ്ങനെ ചലച്ചിത്രമാക്കുമ്പോൾ ബഷീർ എന്ന എഴുത്തുകാരന്റെ ആ സർഗാത്മകത, ആ എഴുതുന്ന രീതി,
ബഷീർ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സിനിമ എടുക്കാൻ. അതുകൊണ്ട് അടൂർ ആദ്യമായിട്ട് ബഷീറിന്റെ സർഗാത്മകതയിലേക്ക്, ആ എഴുതുന്ന രീതിയിലേക്ക് കടന്നു ചെല്ലുന്നു. അടൂരിന്റെ അനുഭവ വ്യാഖ്യാനം അചുംബിതം തന്നെ. എന്തായാലും ബഷീറിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി മതിലുകൾ എന്ന കഥ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹം മതിലുകൾ എന്ന സിനിമ നിർമ്മിക്കുകയുണ്ടായി. മതിലിനപ്പുറത്തു നിന്നും വരുന്ന മാദകമായ സ്ത്രീ ശബ്ദം തികച്ചും യഥാർത്ഥമാണെന്ന് ഗ്രന്ഥകാരൻ ഉറപ്പിച്ചു പറയുമ്പോൾ അത് എഴുത്തുകാരന്റെ ഭാവനാസൃഷ്ടിയല്ലേ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മതിലിനപ്പുറത്ത് നിന്നും വരുന്ന ആ സ്ത്രീ ശബ്ദം, ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളൊന്നും രംഗത്തു വരുന്നില്ല. ആ സ്ത്രീ ശബ്ദം സിനിമയിൽ KPSC ലളിതയാണ് ശബ്ദം നൽകിയിരിക്കുന്നത്. 22 വയസ്സാണ് നാരായണിക്കുള്ളതെന്നാണ് പറയുന്നത്. അവരുടെ ഭർത്താവിനെ വധിച്ചു, കൊന്നു. അതിന്റെ ശിക്ഷ അനുഭവിക്കാനാണ് ഈ ജയിലിൽ വന്നിട്ടുള്ളത്. ആ നാരായണി, ആ സ്ത്രീ ശബ്ദം, നാരായണിയുടെ സ്ത്രീ ശബ്ദം തികച്ചും യാഥാർത്ഥ്യമാണെന്ന് ഗ്രന്ഥകാരൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്, ബഷീർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബഷീറിന്റെ ജീവിതത്തിൽ നടന്ന സംഭവം തന്നെയാണ്, അതില് ഒരു തർക്കവുമില്ല. അദ്ദേഹം ഉറപ്പിച്ചു തന്നെയാണ് അത് പറയുന്നത്. എന്നാൽ സിനിമയിലാകുമ്പോൾ അടൂർ അത് എഴുത്തുകാരന്റെ ഒരു ഭാവനാ സൃഷ്ടിയല്ലേ എന്നൊരു സംശയം ജനിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഭാവനാ സൃഷ്ടിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരിക്കലുമല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ കഥ എഴുതിയ ഗ്രന്ഥകാരൻ ബഷീർ ഉറപ്പിച്ചു പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായി, മതിലിനപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ഞങ്ങൾ പ്രണയിച്ചു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആ ശബ്ദം കേട്ട്, ആ മനോഹരമായ സ്ത്രീ ശബ്ദം കേട്ട് അവർ പരസ്പരം പ്രണയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ഭാവനാ സൃഷ്ടി അല്ല, യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ബഷീർ എന്ന എഴുത്തുകാരന്റെ മനസ്സറിയാൻ മുതിരുന്ന ഈ ചിത്രം ഇത്തരമൊരു കൽപ്പനയിലേക്ക് വികസിക്കുന്ന രീതിയും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ബഷീർ എന്ന എഴുത്തുകാരന്റെ മനസ്സ് അറിയാൻ ശ്രമിക്കുന്ന ഈ ചിത്രം അങ്ങനെയൊരു കൽപ്പന, അതായത് ഒരു സാങ്കല്പികമാണോ എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മതിലുകളിൽ ഒരൊറ്റ സ്ത്രീ കഥാപാത്രം പോലും പ്രത്യക്ഷപ്പെടുന്നില്ല. എന്നിരുന്നാലും അടൂരിന്റെ കൊടിയേറ്റത്തിലും സ്വയംവരത്തിലും എലിപ്പത്തായത്തിലും എന്ന പോലെ മതിലുകളിലും സ്ത്രീ കഥാപാത്രം ശക്തിയുടെ പ്രതീകമാണ്. സ്ത്രീ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നില്ല, നമ്മൾ സിനിമയിൽ നേരിട്ട് കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റ് സിനിമകളിലെ പോലെ തന്നെ ഇതിലെ കഥാപാത്രവും ശക്തിയുടെ പ്രതീകമാണ്. ആ സ്ത്രീയുടെ സംഭാഷണങ്ങളിൽ ആ ശക്തി, ആ ധൈര്യം കടന്നു വരുന്നുണ്ട്. ഇത്രയും തീഷ്ണവും ശക്തവുമായ ലൈംഗികത മറ്റൊരു അടൂർ ചിത്രത്തിലും ഇല്ല തന്നെ. അവരുടെ സംഭാഷണത്തിലുള്ള ആ പ്രേമസല്ലാപങ്ങളിലുള്ള ലൈംഗികത അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഏകാന്തതയും വിരസതയും കൊണ്ട് വീർപ്പുമുട്ടുന്ന തടങ്കൽ ജീവിതത്തിലെ ശപിക്കപ്പെട്ട ആദ്യ നിമിഷങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ചാരുലതയിലെ നായികയുടെ വിരസത ഘനീഭവിച്ച നിമിഷങ്ങളെ വെല്ലുന്ന വിധത്തിലാണ്. ജയിലിൽ എപ്പോഴും ഏകാന്തത, വിരസത ഇതൊക്കെ കൊണ്ട് വീർപ്പുമുട്ടുന്ന ആ ജീവിതത്തിലെ ശപിക്കപ്പെട്ട ആദ്യത്തെ നിമിഷങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ചാരുലതയിലെ നായിക, മറ്റൊരു കൃതിയാണ് ചാരുലതയിലെ നായികയുടെ വിരസത ഘനീഭവിച്ച നിമിഷങ്ങളെ വെല്ലുന്ന വിധത്തിലാണ്. ജനൽപ്പാളികൾക്കിടയിലൂടെ വെറുതെ വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന ചാരുവിനെ പോലെ ഏകാന്തതയുടെ കൂട്ടുകാരനായി ദൈന്യതയുടെ മുഖം പേറുന്ന മതിലിലേക്ക് നോക്കി ബഷീർ ഇരിക്കുന്നു. സിനിമ തുടങ്ങുമ്പോൾ ബഷീർ ചെയ്യുന്നത് ഇവിടെ ചാരുലത എന്ന കൃതിയുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുകയാണ്. അദ്ദേഹം ജനൽപ്പാളികളുടെ ഇടയിലൂടെ വെറുതെ ഇങ്ങനെ വഴിയിലേക്ക് നോക്കിയിരിക്കുന്നു. അങ്ങനെ ഏകാന്തതയുടെ കൂട്ടുകാരനായി ചാരുവിനെ പോലെ, ചാരുലതയെ പോലെ ഏകാന്തതയുടെ കൂട്ടുകാരനായി ദൈന്യതയുടെ മുഖം പേറുന്ന മുഖത്തോടെ അദ്ദേഹം തന്റെ മുൻപിലുള്ള ആ ഉയരമുള്ള മതിലിലേക്ക് അങ്ങനെ നോക്കി ഇരിക്കുകയാണ്. ആദ്യ രംഗങ്ങളിലെ നിഷ്ക്രിയത പിന്നീട് അങ്ങോട്ട് ചടുലതയുടെ ശക്തി കൂട്ടുന്നു.
ജയിൽ വരാന്തയിലൂടെയുള്ള ബഷീറിന്റെ ആവർത്തിച്ചുള്ള ഉലാത്തൽ, മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ, ആ അസ്വസ്ഥത വിഭ്രാന്തിയുടെ വക്കോളം എത്തിയതായി നമുക്ക് അറിയാം. വിജയൻ ഭാസ്കർ ആ രംഗത്ത് നൽകിയിരിക്കുന്ന സംഗീതം ഉയർന്നുയർന്ന് ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ അസ്വസ്ഥത പൂർണ്ണതയിൽ എത്തുന്നു. ഇത് മതിലുകൾ എന്ന സിനിമയിൽ ആദ്യ ഭാഗത്തുള്ള രംഗങ്ങളാണ്. ജയിലിന്റെ അകത്തെത്തുന്ന ബഷീറിന്റെ ആ ഒരു സ്വഭാവ രീതി. അദ്ദേഹം ദുഃഖത്തോടെ ജയിൽ മുറിയുടെ ഉള്ളിൽ പുറത്തേക്ക് നോക്കി, മതിലിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ഉറങ്ങുമ്പോഴും അദ്ദേഹം ഉറങ്ങുന്നില്ല. വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. ആകെ ഒരു അസ്വസ്ഥത. പലതരത്തിലും കനത്തിലുമുള്ള കൂർക്കം വലികളോടെയാണ് ആ രംഗം ആരംഭിക്കുന്നത്. രാത്രി അവസാനിച്ച് പ്രഭാതം എത്തുന്നത് ചിവീടുകളുടെ ശബ്ദം കിളികളുടെ കലമ്പലിനെ വഴിമാറിക്കൊടുക്കുന്നതിലൂടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സിനിമയുടെ അവതരണമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ചിത്രം തുടങ്ങുമ്പോൾ തന്നെ കൊലമരത്തിന്റെ പരാമർശമുണ്ട്. വെളുപ്പിന് 5 മണിക്ക് തൂക്കിക്കൊല്ലാൻ പോകുന്ന പുള്ളിക്ക് ലേശം ചായ കുടിക്കണമെന്ന് മോഹം. ഒരാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അയാളുടെ അവസാന ആഗ്രഹം എന്ന നിലയിൽ അയാൾക്ക് ചായ കുടിക്കണം. വാർഡൻ ബഷീറിനെ വിളിച്ചെണീപ്പിച്ച് വിവരം പറയുന്നു. ബഷീർ കടുംചായ ഉണ്ടാക്കാനായി വെള്ളമെടുക്കാൻ മുറ്റത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. തിരശീലയിൽ ഇരുട്ടു മാത്രം, പേടിപ്പെടുത്തുന്ന ഇരുട്ട്. മരണം കാവൽ നിൽക്കുന്ന കൂരിരുട്ട്. കടുംചായയോടൊപ്പം 1-2 ബീഡിയും തീപ്പെട്ടിയും കൂടെ കൊടുത്തയച്ചു. ധൈര്യമായിരിക്കാൻ പറഞ്ഞയച്ചു. നേരം പുലരുന്നതുവരെ ബഷീർ ഉറങ്ങാതിരിക്കുകയായിരുന്നു. മരണത്തിന് കൂട്ടിരിക്കുകയായിരുന്നു. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. നേരം പുലരുന്നതുവരെ ബഷീർ ഉറങ്ങാതിരിക്കുകയായിരുന്നു. മരണത്തിന് കൂട്ടിരിക്കുകയായിരുന്നു. മതിലുകൾ എന്ന സിനിമയിൽ ഒരു കൊലമരത്തിന്റെ ചിത്രം കാണിക്കുന്നുണ്ട്. ഒരു ദിവസം വെളുപ്പിന് വധശിക്ഷയ്ക്ക് ഒരാളെ വിധിച്ചിരിക്കുന്നു. അയാൾക്ക് അവസാനമായിട്ടൊരു ചായ കുടിക്കാൻ മോഹമുണ്ട്. ആ ചായ കൊടുക്കാൻ വാർഡൻ ബഷീറിനോടാണ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ചായയുണ്ടാക്കി കൂട്ടത്തിൽ 1-2 ബീഡിയും സിഗരറ്റും കൂടി ആ മരണപ്പെടാൻ പോകുന്ന ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്ക് കൊടുത്തയക്കുന്നു. കൂട്ടത്തിൽ പറയുന്നുണ്ട്, ധൈര്യമായിട്ടിരിക്കൂ എന്നും. അങ്ങനെ അന്ന് രാത്രി മുതൽ പ്രഭാതത്തിൽ 5 മണിക്കാണല്ലോ വധശിക്ഷ നടപ്പിലാക്കുന്നത്. അതുവരെ, നേരം പുലരുന്നതുവരെ അന്ന് ബഷീർ ഉറങ്ങിയില്ല. എന്തിന്? അന്ന് നടക്കാൻ പോകുന്ന ആ മരണത്തിന് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാലത്തിന്റെ അക്കരെ നിന്നും വരുന്ന ഒരു ശോകഗാനമെന്ന് ബഷീർ വിശേഷിപ്പിക്കുന്ന അനശ്വരമായ പ്രണയകഥ. ഇവിടെ മതിലുകളിലെ പ്രണയകഥയാണ് ഉദ്ദേശിക്കുന്നത്. അത് അദ്ദേഹം പറയുന്നു, ബഷീർ പറയുന്നു, അത് കാലത്തിന്റെ അക്കരെ നിന്നും വരുന്ന ഒരു ശോകഗാനമാണെന്ന്. കാരണം ആ പ്രണയം അതിന്റെ വിജയത്തിൽ എത്തുന്നില്ല. അതൊരു നഷ്ടപ്രണയമായി അവസാനിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാലത്തിന്റെ അക്കരെ നിന്നും വരുന്ന ഒരു ശോകഗാനമെന്ന് ബഷീർ പറയുന്നത്. ആ കഥയ്ക്ക്, ആ പ്രണയകഥയ്ക്ക് അടൂർ നൽകിയ പുനരാഖ്യാനം സിനിമയിലൂടെ ഒരു സ്വതന്ത്ര ചലച്ചിത്ര സൃഷ്ടിയുടെ രൂപഭാവങ്ങൾ നേടിയത് ഇത്തരത്തിലും ആണ്. അപ്പോൾ ബഷീറിന്റെ ആ ദുഃഖകഥ, ശോകഗാനം എന്ന് വിശേഷിപ്പിക്കുന്ന ആ ദുഃഖകരമായ പ്രണയകഥ, അതിനെ അടൂർ ചലച്ചിത്രത്തിലൂടെ ഒരു നല്ല രൂപഭാവങ്ങൾ കൊടുത്ത് ആ സിനിമയെ ഒരു പരമോന്നതിയിൽ, മലയാള സിനിമയുടെ ഉത്കൃഷ്ടതയിൽ എത്തിക്കുക കൂടി ചെയ്യുന്നത് ഇത്തരത്തിലാണ്. ഇത് അടൂരിന്റെ ചലച്ചിത്ര യാത്രകൾ എന്ന പുസ്തകത്തിലേതാണ്. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യമേ പഠിച്ചു M.F. തോമസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിൽ നിന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇതിലെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പാഠം നന്നായിട്ട് വായിക്കണം, മനസ്സിരുത്തി വായിക്കണം. അപ്പോൾ ഇതിൻ്റെ ആശയങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാകും. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ